നമസ്കാരം. പ്രശ്നങ്ങൾ മഴയായി പെയ്യുമ്പോൾ കുടയായി ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? ഒരിക്കൽ ഒരപ്പൻ മകനോട് പറയുകയാണ്, ഇന്ന് വൈകുന്നേരം ഇവിടെ വലിയൊരു വിരുന്ന് നടക്കാൻ പോവാ. ഒരു ആടിനെ തന്നെ കൊന്നിരിക്കുന്നു. ആ ആടിന് ഇറച്ചി പങ്കുവെക്കുവാനായിട്ട് കൂട്ടുകാരെ എല്ലാം വിളിച്ചുകൊണ്ട് വരിക. നീ ചെന്ന് നമ്മളുടെ വേണ്ടപ്പെട്ടവരെയും കൂട്ടുകാരെയും ഒക്കെ വിളിച്ചുകൊണ്ട് വാ എന്ന് അപ്പൻ പറയുന്നത് കേട്ടിട്ട് മോൻ കുറേ പേരെ വിളിച്ചുകൊണ്ട് വന്നു. അവരെ ഭക്ഷണശാലയിൽ ഇരുത്തുകയും ഭക്ഷണം വിളമ്പാൻ ആരംഭിക്കുകയും ചെയ്തപ്പോൾ അപ്പൻ അകത്ത് ചെന്ന് മകനോട് ചോദിച്ചു, ഇതെല്ലാം നിന്റെ കൂട്ടുകാരാണോ? എൻ്റെ കൂട്ടുകാരെ നീ വിളിച്ചില്ലല്ലോ എന്ന്. അവൻ പറഞ്ഞു, ഇത് എൻ്റെ കൂട്ടുകാരല്ല, ഇത് നമ്മുടെ കൂട്ടുകാരാണ്. അപ്പൻ മോനോട് പറഞ്ഞു, എനിക്ക് ഇവരെ ആരെ അറിയില്ല, ഈ വന്നിരിക്കുന്നവരെ ആരെയും ഞാൻ കണ്ടിട്ടുമില്ല, ഇവരാരാണെന്ന് ഞാൻ പരിചയപ്പെട്ടിട്ടുമില്ല. അപ്പോൾ മകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പാ, പക്ഷേ ഇതാണ് അപ്പൻ്റെ യഥാർത്ഥ കൂട്ടുകാർ. അപ്പൻ ചോദിച്ചു, അതെന്താ നീ അങ്ങനെ പറയുന്നത്? മകൻ മറുപടിയായി പറഞ്ഞു, നമ്മുടെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വാ, വിരുന്നുശാലയിലേക്ക് വാ എന്ന് അപ്പൻ പറഞ്ഞപ്പോൾ ഞാൻ റോഡിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മളുടെ ഏറ്റവും അടുത്ത കവലയിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അയ്യോ ഓടി വരണേ, നമ്മുടെ വീടിന് തീ പിടിച്ചു എന്ന്. നമുക്ക് പരിചയമുള്ള ഒരുപാട് പേർ അതുവഴി വണ്ടിയിൽ യാത്രയായി. കേട്ടിട്ടും കേൾക്കാത്ത പോലെ വേഗത്തിൽ അവർ പോയി. പലരും കേട്ടിട്ട് ഒന്നും മിണ്ടാതെ നടന്നുപോയി. എന്താണ് സംഭവിച്ചതെന്ന് പോലും ചോദിക്കാതെ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ എന്ന് നമ്മൾ കരുതിയിരുന്ന പലരും ഇവിടേക്ക് കടന്നു വരാൻ മനസ്സ് കാണിക്കാതെ പോയപ്പോൾ ആരാണെന്നറിയാതെ അവിടെ നിന്ന് പലരും ഓടിക്കൂടി. അവരെ ഞാൻ വിളിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നു. അപ്പാ, യഥാർത്ഥത്തിൽ നമ്മുടെ ആപത്ത് ആണ് എന്ന് കേട്ടപ്പോൾ നമ്മളെ സഹായിക്കാനായി തയ്യാറായി വന്ന ഇവരല്ലേ നമ്മുടെ കൂട്ടുകാർ? അപ്പനൊന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു, അതേ മകനെ, യഥാർത്ഥത്തിൽ കൂട്ടുകാരെന്ന് പറയുന്നത് ആവശ്യ നേരത്ത് മാത്രം വരുന്നവരല്ല, മറിച്ച് നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോഴും നമുക്ക് കൂടെ നിൽക്കും എന്ന് ധൈര്യമുള്ളവരാണ് നമ്മുടെ കൂട്ടുകാർ. പ്രിയമുള്ളവരെ, നാം കൂട്ടുകാരും നമ്മുടെ സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് പേരെ സങ്കല്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അവരാണോ നമ്മുടെ കൂട്ടുകാർ? അവർ കൂട്ടുകാരാണെങ്കിൽ നിഴലായും കണ്ണാടിയായും എപ്പോഴും കൂടെ കാണും. നിഴൽ വിട്ടുപിരിയുകയില്ല, കണ്ണാടിയാകട്ടെ കള്ളം പറയുകയുമില്ല. നല്ല കൂട്ടുകാരെ കിട്ടുവാനും ചതിയിൽപ്പെടാതിരിക്കുവാനും നമുക്കെല്ലാം ഈ നല്ല കാലത്ത് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.